സഞ്ജുവും വൈഭവും അടക്കം 4 ഓപ്പണർമാരാണ് കേട്ടോ പ്ലേയിങ് ലെവലിൽ അയർലൻഡിനെതിരെ കളിക്കാനായിട്ട് പോകുന്നത്. ഒരു മാസത്തോളം നീളുന്ന UK പര്യടനത്തിൽ ടീം ഇന്ത്യ ആദ്യത്തെ 2 T20 മത്സരം അയർലൻഡുമായിട്ടാണ് നടക്കാനായിട്ട് പോകുന്നത്. അതിൽ ആദ്യത്തെ മത്സരം ഈ വരുന്ന വെള്ളിയാഴ്ച രാത്രി 7:30-ക്കാണ് കേട്ടോ നടക്കാനായിട്ട് പോകുന്നത്. അതേപോലെ തന്നെ തുടർന്ന് വരുന്ന ഞായറാഴ്ച വൈകുന്നേരം 7:30 മണിക്ക് അതേ ഗ്രൗണ്ടിൽ വെച്ചിട്ട് തന്നെയാണ് രണ്ടാമത്തെ T20 മത്സരവും നടക്കാനായിട്ട് പോകുന്നത്. സൂര്യകുമാർ യാദവ് മാറി പകരം ശ്രേയസ് അയ്യരുടെ കീഴിൽ ഇന്ത്യയുടെ ആദ്യത്തെ പരമ്പര കൂടിയാണ് ഈ വരാനായിട്ട് പോകുന്നത്. അതിശക്തമായിട്ടുള്ള ഒരു പ്ലേയിങ് 11നെയാണ് ഇപ്രാവശ്യം എന്തായാലും അയർലൻഡിൻ്റെ കൂടെ ഇറക്കാനായിട്ട് പോകുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്ത്യയിൽ ഇതിലേക്കായിട്ട് ഏറ്റവും കൂടുതൽ പണി കിട്ടാൻ പോകുന്നതും ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് തന്നെയാണ്. ഓൾറെഡി സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും അവിടെ ഓപ്പണിംഗ് സ്ഥാനത്തിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ യുവതാരം സൂര്യവംശി ടീമിൽ വന്നതോടു കൂടിയിട്ട് തന്നെ ഒരുപാട് മാറ്റങ്ങൾ നടത്താനായിട്ട് ടീം ഇന്ത്യ പോവാണ് കേട്ടോ. ഇനി പ്ലേയിങ് 11 എങ്ങനെ വരുമെന്ന് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഓപ്പണിംഗ് സ്ഥാനത്തിലേക്കായിട്ട് ഇറങ്ങാനായിട്ട് പോകുന്നത് യുവ വെടിക്കെട്ട് ബാറ്റ്സ്മാൻ കൂടിയായിട്ടുള്ള സൂര്യവംശി എന്തായാലും ഓപ്പണിംഗ് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഏകദേശം 100% കൺഫേം ആയിരിക്കുകയാണ്. കൂടെ ഓപ്പൺ ചെയ്യാനായിട്ട് പോകുന്നത് ലോക 1 നമ്പർ ബാറ്റ്സ്മാൻ കൂടിയായിട്ടുള്ള അഭിഷേക് ശർമ്മയാണ് കേട്ടോ. അതോടുകൂടിയിട്ട് തന്നെ ഓപ്പണിംഗ് സ്ഥാനത്തിൽ നിന്നും 1 ഡൗൺ സ്ഥാനത്തിലേക്ക് 3-ാം സ്ഥാനത്തിലേക്ക് ഇറങ്ങാനായിട്ട് പോകുന്നത് സഞ്ജു സാംസണാണ്. സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസിൽ കളിക്കുന്ന സമയത്ത് ഒരുപാട് മത്സരങ്ങൾ ഈ ഒരു 1 ഡൗൺ സ്ഥാനത്ത് കളിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്തായാലും ആ ഒരു പൊസിഷൻ കംഫർട്ട് ആവും എന്നുള്ള കാര്യത്തിൽ ഏകദേശം സംശയമൊന്നുമില്ല എന്നുള്ളത് തന്നെയാണ് BCCI സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതോടുകൂടിയിട്ട് തന്നെ 4ാമത് പൊസിഷനിലേക്കായിട്ട് ക്യാപ്റ്റൻ കൂടിയായിട്ടുള്ള ശ്രേയസ് അയ്യരാണ് വരാനായിട്ട് പോകുന്നത്. അദ്ദേഹം എന്തായാലും ആ ഒരു പൊസിഷനിൽ എല്ലാ ഫോർമാറ്റിലും കളിക്കുന്ന ഒരു പ്ലെയർ കൂടിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹമാണ് 4ാമത് പൊസിഷനിൽ ഇറങ്ങാനായിട്ട് പോകുന്നത്. 5ഉം 6ഉം പൊസിഷനിലേക്കായിട്ട് ഇറങ്ങാനായിട്ട് പോകുന്നത് കീപ്പർ കൂടിയായിട്ടുള്ള ഇഷാൻ കിഷാനും പിന്നെ 6ാം സ്ഥാനത്തേക്കായിട്ട് വൈസ് ക്യാപ്റ്റൻ കൂടിയായിട്ടുള്ള തിലക് വർമ്മയാണ് ഇറങ്ങാനായിട്ട് പോകുന്നത്. ഇതോടുകൂടിയിട്ട് ബാറ്റിംഗ് നിര ഭയങ്കര സ്ട്രോങ് ആവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. 7ഉം 8ഉം പൊസിഷനിലേക്കായിട്ട് ഇറങ്ങാനായിട്ട് പോകുന്നത് ശിവൻ ദുബെയും അക്ഷർ പട്ടേലും കൂടിയിട്ടാണ് കേട്ടോ ഇറങ്ങാനായിട്ട് പോകുന്നത്. ഓൾറൗണ്ടേഴ്സ് കൂടിയായിട്ടുള്ള ഇവർ ആ ഒരു പൊസിഷനിൽ വരുന്നതോടു കൂടിയിട്ട് ബാറ്റിങ്ങിന് കുറച്ചുകൂടി കരുത്തേറും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല. അവിടെ തങ്ങളുടെ ബോളിംഗ് സെക്ഷനിലേക്ക് വരുന്ന സമയത്ത് ഹർഷിത് റാണ, രവി ബിഷ്ണോയ്, ഹർഷ്ദീപ് സിംഗ് ഇവരായിരിക്കും ആ ഒരു ബോളിംഗ് ലൈനപ്പിനെ ചുക്കാൻ പിടിക്കാനായിട്ട് പോകുന്നത്. ഇതോടുകൂടിയിട്ട് തന്നെ ഇന്ത്യയിലെ ഏറ്റവും നല്ലൊരു പ്ലേയിങ് 11 ആയിരിക്കും ഇത് എന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഓപ്പണിങ്ങിലേക്ക് വരുന്ന സമയത്ത് വെടിക്കെട്ട് ലോകോത്തര ബാറ്റ്സ്മാൻമാരായിട്ടുള്ള 2 ബാറ്റ്സ്മാൻമാരായിരിക്കും ഇന്ത്യക്കായിട്ട് ഓപ്പൺ ചെയ്യാനായിട്ടും പോകുന്നത് കേട്ടോ.